Alan moving. Yeah. Alan moving to Vancouver. Bridge in Vancouver. ഇന്നലെ എത്ര മണിക്ക് ഇറങ്ങി? 11 മണിക്കല്ലേ? ഇന്നിപ്പോ 11 മണിയായി. പ്ലസ് ഫുള്ള് ചെളിയായിട്ടാ പുറകെ. 13 മണിക്കൂർ യാത്ര കഴിഞ്ഞ് റെസ്റ്റ്. ചിക്കൻ കഴിക്കുന്നു, അലൻ ഫിഷ് കഴിക്കുന്നു. നമ്മൾ ഹോപ്പ് കഴിഞ്ഞു ഗൈസ്. ചില്ലി വാക്കിലോട്ട് പോകുന്ന വഴിയാണ്. അലൻ ഇപ്പോഴും ഹോപ്പിലാണ്. അവന്റെ പ്രതീക്ഷ ഇപ്പോഴും വിട്ടിട്ടില്ല. അലൻ പണിയെടുക്കാൻ പോകുന്ന ഫാമുകളാണ്. നമ്മളിപ്പം ഇന്ത്യൻ സ്റ്റോറി വന്നിരിക്കുകയാണ്. കയറി അങ്ങനെ ഇരിക്കും. പഴം കിട്ടി മേടിക്കണം. അരി പുട്ടുപൊടി. അല്ല എന്തൊക്കെ എടുത്താ? ചക്ക, പഴം, പിന്നെ കുറെ തീറ്റ സാധനങ്ങളൊക്കെ. അരി, അഞ്ചി, വേപ്പല, വെറൈറ്റി, ചമ്മന്തി, ചായപ്പൊടി, കടല. ഇതൊക്കെ എത്ര സാധനങ്ങൾ നീ കഴിക്കോ? ഞാൻ ഉണ്ടാക്കണം, കുക്ക് ചെയ്യണം. ഓക്കെ, നമ്മളിപ്പം അലന് സാധനങ്ങളൊക്കെ കുറച്ച് വാങ്ങി, കുറേയേറെ വാങ്ങി. ഇനിയും കുറച്ചും കൂടെ വാങ്ങാനൊക്കെ ഉണ്ട് ഗൈസ്. ആര് വരുന്നു എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരെ വരെ പറയുന്നുണ്ട്. സെറി എന്ന് പറയുന്നത് എക്സാക്ട് ഇന്ത്യ എന്ന് പറഞ്ഞു. ലൈക്ക് കടകളുണ്ട്, ഇന്ത്യൻ സ്റ്റൈൽ കടകളില്ലേ? കുമ്പത്ത് വെക്കുന്ന കണ്ട കയ്യിലറിയാത്തോണ്ട് മാഫിയമാർ. ആണോ? അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് പണിത് വന്നിട്ടേ ഇതാ ഇവിടെ ബെഗ്ഗിങ് ഇതാണോ? ലീഗലാണോ? ബെഗ്ഗിങ്ങോ? ലീഗൽ അല്ല. ഇതാണ് ഗൈസ് വാൻകൂവറിന്റെ വേറെ ഭീകരമായ സൈഡ്. ലഹരിക്ക് അടിമപ്പെട്ട് ഒരു തലമുറ നശിച്ചു പോയി ഗൈസ്. ഇതാണ് ഇന്റർനാഷണൽ പിള്ളേർക്ക് ഇത് പ്രശ്നമായി നടന്നു വഴി കൂടിയൊക്കെ നടന്നു പോകുമ്പോ. അതെ, സേഫ്റ്റിയാണ്. ഞാനാണെങ്കിൽ ഈ വഴി കൂടെ പോകത്തില്ല കേട്ടോ, ഉള്ള കാര്യം പറയാം. ഞാൻ വണ്ടിക്കേ പോകത്തുള്ളൂ, ഞാൻ ബസ്.
വേണ്ട. ഈ പകല് ഇവരിവിടെ ഇല്ല. ഇപ്പൊ ഞാൻ സൈക്കിൾ ഔട്ടാൻ പോകുകയാണ്. എനിക്ക് ആ പാടെ അറിയാവുന്ന ഒരു സ്കില്ലാണ്. ഇത് കൂടി ചവിട്ടാൻ പാടില്ല, ഇത് കൂടി ചവിട്ടാൻ പാടില്ല, അപ്പുറത്തെ കൂടിയാണ്. ഇവിടെ സൈക്കിൾ ഔട്ടിട്ട് എങ്ങനെയുണ്ട് സ്റ്റാൻലി പാർക്കിൽ? നല്ലതാ, കാരണം നല്ല അറ്റ്മോസ്ഫിയർ ആണ്, കടല്, നല്ല സൗണ്ട്, പിന്നെ മന്ദബുദ്ധികളുണ്ട് കൂടെ, അതേ ഉള്ളൊരു പ്രശ്നം. ഇവനല്ലേ ക്യാമറാമാൻ വന്ന ബുദ്ധിയോടൊപ്പം പവറാവാ ഇവിടുന്ന് പാലം. ഏതാണ് ഈ പാലം? ലയൺസ്ഗേറ്റ് ബ്രിഡ്ജ്. ഫൈനൽ ഡെസ്റ്റിനേഷൻ മൂവിയില് എല്ലാരും പാനിക്കായിട്ട് മറിഞ്ഞൊക്കെ വീണ, ഇടിഞ്ഞൊളിഞ്ഞൊക്കെ വീണ പാലമാണ്. ഇതിന്റെ ഇടയിൽ കൂടി കപ്പലൊക്കെ പോണതാണ്, അടിപൊളിയാണ് ഈ കാണുന്ന കപ്പലൊക്കെ. ആ പാലം കഴിഞ്ഞ് തിരിച്ച് പോകുകയാണ്. നൈസ് വെതറാണ്. നോക്കി പാലം എന്ത് ഭംഗിയാണെന്ന്. കടല്, അതിൻ്റെ കൂടെ മല, എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കി. ഒരു ഷിപ്പ് യാർഡ് പോലെ എന്തോ ഷിപ്പൊക്കെ ഉണ്ട്. സസ്പെൻഷൻ കടല്, മല, പസഫിക് ആണത്. യെസ്, ഇറ്റ്സ് പസഫിക് ആണ്. പസഫിക്, മല, കടല്, പാലം. ബീച്ചുണ്ടല്ലോ ലെഫ്റ്റിലോട്ട് താഴെ. ഇതിന്റെ അല്ലേ കമ്പികളൊക്കെ പൊട്ടിയിട്ട് ആ പുള്ളിക്കാരൊക്കെ മരിക്കുന്നത്? വിശ്വയെ നിങ്ങൾക്ക് പേടിയാവുന്നുണ്ടോ? ആ മലകളെല്ലാം വിക്ടോറിയയാണ്. ഇത് വാങ്കൂവർ സിറ്റി കണ്ടെത്തി. ആ പാലത്തിന്റെ താഴെ കാണുന്നുണ്ടോ? ലയൺസ്ഗേറ്റ് ബ്രിഡ്ജിന്റെ പാലം, അതാണ് മറ്റേ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷന്റെ ആ പാലം. ആ പാലത്തിന് ലൈറ്റ്സുകൾ കണ്ടോ? ടു സിസ്റ്റേഴ്സ് പീക്ക് എന്ന് പറയണം. മലയുടെ രണ്ട് സിസ്റ്റർമാർ, അങ്ങനെ രണ്ട് ഇത് കണ്ടോ? രണ്ട് ഹെഡ് കണ്ടോ? രണ്ട് ഹെഡ്, അതാണ് ടു സിസ്റ്റേഴ്സ് പീക്ക്. മുകളിൽ കാണുന്നത് ഗ്രൗസ് മൗണ്ടൻ. മുകളിൽ ലൈറ്റ് കണ്ടോ? അവിടെ കരടിയൊക്കെ ഉണ്ട്, സ്കീയിങ് ഉണ്ട്, അവിടെ ബോണ്ടോള ഉണ്ട്. ഗ്രൗസ് മൗണ്ടൻ മനസ്സിലായാലോ? കരടി ഉണ്ട്. ബീച്ച് കണ്ടോ? ബീച്ച് വെരി നൈസ്. അപ്പൊ അവിടെ കാണുന്നതാ പുറകില് നേരെ അത് പിക്സിലാനോ ബീച്ച്. അതാണ് സൗത്ത് യൂണിവേഴ്സിറ്റി ഓഫ് ബ്രിട്ടീഷ് കൊളംബിയ ഏരിയ. നമ്മള് ബീച്ചിലോട്ട് പോകുകയാണ്. പോവാലോ. അടുത്തത് കൊടുക്ക് വെയിറ്റ് ചെയ്യണോ? വെജിറ്റേറിയൻ ഷവർമ കഴിക്കാൻ പോകും ഗൈസ്. എവിടെയാണോ പോകണം? ഓ, എവിടെയാണ്? സ്ട്രീറ്റിലാണ്, വാട്ടർ സ്ട്രീറ്റ്. മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ക്ലോക്കാണ്. സൗണ്ട് കേൾക്കും, മണിയടിക്കുന്ന സൗണ്ട്. മണിയടിക്കും. സ്റ്റീമിലാണല്ലോ ഉറക്കണം. അതെ, അടിയിലേക്ക് ആടിക്കൊണ്ടിരിക്കണം അതിൻ്റെ ഉള്ളിൽ. ഇത്രയും പേരാണത് കാണാൻ വേണ്ടി മാത്രം വന്നിരുന്നത്.
വേറെ ഒരിടത്തില്ലാത്ത തിരക്ക് ഈ സ്റ്റീമിൻ്റെ അടുത്ത്, സ്റ്റീം ക്ലോക്കിൻ്റെ അടുത്ത്. ഇത് 12 മണിയാകുമ്പോട്ട് അടിക്കുമെന്ന് വിസിലടിക്കും മുകളിലത്തെ. മുട്ടുകുറ്റിന്ന് സൗണ്ട് കേൾക്കണ പോലെ കേൾക്കാം. ഹലോ ഗൈസ്, നമ്മൾ അലൻ്റെ റൂമിൽ അലൻ്റെ സാധനമൊക്കെ വെച്ചിട്ട് നമ്മൾ തിരിച്ച് BCIT അവൻ്റെ കോളേജിലോട്ട് പോകുകയാണ്. ഓക്കെ, അലൻ്റെ കോളേജ് എങ്ങനെയുണ്ടെന്ന് കാണാൻ പോണേ. BCIT റിച്ച്മണ്ട്. ഇവൻ്റെ കോളേജ് ഇതിൻ്റെ മെയിൻ എയറോസ്പേസ് ടെക്നിക്. ഓ ജീസസ്, നൈസ് ക്യാമ്പസ് ആണ് കേട്ടോ. നല്ല രസമുണ്ട്. പിള്ളേർ പഠിക്കുന്നുണ്ടല്ലോ. ഓ പിള്ളേര് മുകളിലിരുന്ന് പഠിക്കുന്നുണ്ട്. ഇപ്പൊ കയറാൻ പറ്റും. ഗവൺമെന്റിന്റെ ആണോ അപ്പൊ ഇത്? ഇവിടെ എയർപോർട്ടിൽ പ്ലെയിൻ കേട് വരുമ്പോ നേരെ ഇങ്ങോട്ടാ കൊണ്ടുപോകാൻ കാലം ഫിക്സ് ചെയ്യും. അതേ ഇനി കേറുന്ന ആൾക്കാരുടെ അവസ്ഥ. ഇവിടുന്ന് പണിയാൻ പ്ലെയിൻ ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ. ഹാങ്ങറുണ്ട്, നീ പ്ലെയിന് ലാബുണ്ട് ഞങ്ങൾക്ക്. ലാബാണ് വലിയ പ്ലെയിനാ ഇവൻ ഞാന്ന് കിടക്കുവോ? സാറേ ഞാനും കേറാനുണ്ട്. നമ്മളേക്ക് അടുത്ത പ്രാവശ്യം വരൂല്ലേ ബാംഗ്ലൂരിൽ നിന്നും കേറണ്ട. അതല്ലെന്നേ, ആ പ്ലെയിൻ ഇനി അവിടെ ഉണ്ടാവൂല. എന്താണ് അലമ്പന്നല്ല. അപ്പോൾ ഇതാണ് ഇവന്റെ കോളേജ്. ഇതാണ് ബൊമ്പാടി ലാബ്. ഇതാണ് അലന്റെ ലാബ്. അലന് പഠിച്ച് കൈ തെളിയാനുള്ള പ്ലെയിനുകളാണ് ആ കിടക്കുന്നത്. അതിങ്ങളുടെ യോഗം. 3800 സെസ്ന ഡ്രൈവ് BCIT പാർട്ട്ണർഷിപ്പ് വിന്ന്. ഓ ഡ്രൈവ് വളരെ കൊണ്ടുവന്നു. വാൻകൂവർ ഇന്റർനാഷണൽ എയർപോർട്ട്, കോളേജിന്റെ തൊട്ടിപ്പുറം. അടച്ചിട്ടേക്കാണ്. നമ്മൾ ഫിഷ് മാർക്കറ്റിലേക്കാണ് പോകുന്നത്. ഇവിടെ ഫുള്ള് ഹോട്ടലുകളാണ് സൈഡൊക്കെ. മറ്റേ ഇത് കിട്ടൂല, എന്താണ് ഫിഷ് ഫുഡ്. പക്ഷെ ഇവിടെയൊക്കെ കുറച്ചേ ഉള്ളൂ. ഇത് നോക്കിയേ, ഇതെന്ത് മീനാണോ ഇത്? സാൽമണ. ഇതുണ്ട് സ്ക്വിഡ്. ഹായ്, സാൽമൺ മറ്റേ ഇത് നമ്മുടെ നാട്ടിൽ തന്നെ ചൂടൻ ചെമ്മീൻ. പക്ഷെ ഇതിനൊക്കെ ഒരേ കളറാണല്ലോ, റെഡ് കളറാണല്ലോ. എന്താ ഇതെന്താ ചുമല കളറ്? ഇത് നോക്കിയടാ. അല്ല അല്ല, എന്താ പിന്നെ ഞാൻ അതിന്റെ പുറകെടുത്ത് എറിയും. ചീഞ്ഞിരിക്കണല്ലേ? എനിക്കാണ് ഫ്രോസണാണ്. ഇത് മറ്റേതാണോ? മാന്തലാണോ ഇത്? അല്ലല്ലേ? ഇതെന്തുന്നാ ഈ സാധനം? കാണാനൊരു ഭംഗിയില്ലല്ലേ മീന? ആ ഇത് ഒരു പൊരിക്കണാണോ മീൻ? ഇത് ചാളയാണോ? മീൻ പൊരിച്ചത്, ലോബ്സ്റ്റർ ടൈല്, കൊഞ്ചല്ലേ അത്? ഇതെന്താണ്?
ക്രാബ്. എങ്ങോട്ട് പോകുകയാണ്? ഞാൻ ഡെൽറ്റയിൽ പോകുകയാണ്. അവിടെ കാണാൻ ജോർജ് മേസി ടണൽ. ജോർജ് മെസ്സി ടണൽ. ഗുഹ പോലെ ആയിരിക്കും അല്ലേ? ഇതിന്റെ മുകളിൽ കൂടി അതാണെന്നറിയോ? നമ്മള് റിവറിന്റെ താഴെ കൂടി പുഴയുടെ അടിയിൽ കൂടി. ഇതോ ഇതിന്റെ മുകളിൽ പുഴയാണ്. ചോർച്ചയൊക്കെ മുകളിൽ പുഴയാണ്. മുകളിൽ കൂടി പുഴയാണ്. പുഴയുടെ അടിത്തട്ടി കൂടിയാണ് ഈ പോണത്. ആണോ? ഞാൻ ആദ്യമായിട്ട് ഇത്ര വലിയ ടണ്ണിൽ കൂടെ പോകുന്നത് കേട്ടോ. പേടിയാകുന്നുണ്ടോ? ചോർച്ച നമ്മളിപ്പോൾ ഇതാണ് പൊഴി കിടക്കുന്ന വീടുകൾ. ഫ്ലോട്ടിംഗ് ഹൗസസ് ഉണ്ട്. വിക്ടോറിയ കണ്ടത്. ഇത് നല്ല വലിയ വീടുകളാണല്ലോ. നോക്കിക്കേ, നല്ല വലിയ വീടുകള്. പൊങ്ങി. നമ്മൾ അന്ന് വിക്ടോറിയ കണ്ടപ്പോ ചെറിയ കുഞ്ഞു വീടുകളല്ല, ഇതുണ്ട് നല്ല വലിയ വലിയ വീടുകള്. ഇതല്ലേ പോർട്ട്? വാൻകൂവർ പോർട്ട്. ആയിരുന്നല്ലേ? എന്താണ് ഈ സാധനം ഇവര് ചെയ്യണത്? എന്തെന്നാണ്? ഗ്ലൈഡാണ് കടലിൽ. കടലിലോട്ട് നമുക്ക് ഇനി നടക്കാൻ പോവാം. ഇത് കാനഡാസ് ലോങ്ങസ്റ്റ് ഇതാണ്, കടൽപ്പാലമാണ്. ആ കാനഡാസ് ലോങ്ങസ്റ്റ്. അതാണ് വൈറ്റ് റോക്ക്. കല്ലുണ്ടോ? വെള്ളത്തിലുള്ള കല്ലുണ്ടോ? നമ്മൾ കാണാൻ വന്ന വൈറ്റ് റോക്ക് ഇതാണ്. ഗ്രേ കളറായിരുന്നു. 100 കൊല്ലം മുന്നേ പക്ഷെ പെയിന്റ് അടിച്ചത്. ഗ്രാഫിറ്റി ഫുൾ വൈറ്റ് ആക്കി. നേരത്തെ ഗ്രേ ആയിരുന്നു. അതായത് നോർമൽ റോക്ക് കളറല്ല, വൈറ്റ്. ബ്യൂട്ടിഫുൾ പ്ലേസ് ആണോ? ബീച്ചാണ്. പെബിൾ. എവിടെ പെയിന്റ് പൊളിഞ്ഞോനാ? എന്നാലും വൈറ്റ് ആണ് കൂടുതൽ. കരിങ്കല്ലാണെന്ന് തോന്നുന്നു. കരിങ്കല്ല് തന്നെ, വെള്ളക്കല്ലില്ലേ അതിൽ ഇത്രയും ട്രെയിൻ. നൈസാണ്. കണ്ട, നമ്മൾ കടൽ പാലത്തിലോട്ട് പോകുകയാണ്. കണ്ട തിരമാലകളൊക്കെ ഇങ്ങനെ. നീല, മഞ്ഞ. കറക്റ്റ് ഒരു സിറ്റി വൈബ്. അങ്ങോട്ട് നോക്കിയത് ഫ്ലാറ്റ് ലൈറ്റ്, പിന്നെ ബോട്ട്.
നല്ല രസമില്ലേ? അങ്ങനെ അലൻ്റെ വീടെത്തിയിരിക്കുകയാണ്. ഈ വീട്ടിലാണ് റൂം, ഇതിന്റെ ബാക്കിൽ. അലനെ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ പോണേണ്. അവിടെ എത്തി ശ്രീ. അവിടെ എല്ലാം നല്ല മഞ്ഞ് വീണ് കിടക്കുകയാണ് ശ്രീ. മറ്റേ മരത്തേലെല്ലാം നല്ല മഞ്ഞ് വീണ് കിടന്ന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കുകയാണ്.